നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ശരിയായ പദം ഏതാണ്? ഈ 4 ഓപ്ഷൻസിൽ ശരിയായ പദം വ്യത്യസ്തം എന്നെഴുതുന്നതാണ്. ഇതാണ് ശരിയായിട്ടുള്ള പദം. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? വ്യത്യസ്തം എന്നെഴുതിയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് വ്യത്യസ്തം എന്ന് ശരിയായി എഴുതുക എന്നുള്ളത് നോക്കി പഠിച്ചു വെക്കുക. ഒപ്പം എന്താണ്, മറ്റു പദങ്ങളും കൂടി ഒന്ന് നോക്കുക. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. നമുക്ക് ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു പോവാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളെന്താണ്, പല ക്ലാസ്സുകളിൽ ഐച്ഛികം, നിഘണ്ടു, ഐഹികം ഇതൊക്കെ എങ്ങനെയാണ് ശരിയായി എഴുതുക എന്നുള്ള കാര്യം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ ഒന്ന് എടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ശരിയായ പദം വ്യത്യസ്തം എന്നെഴുതിയിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം എന്താണ്? അവസരം പോലെ ചിന്തിച്ചു പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? അവസരം പോലെ ചിന്തിച്ചു പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് അവസരവാദി എന്നതിലേക്ക് പോകാനൊരു സാധ്യതയുണ്ടല്ലേ? പക്ഷെ അതല്ല ഉത്തരം. എന്താണ്? പ്രത്യുത്പന്നമതി. എന്താണ്? പ്രത്യുത്പന്നമതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അവസരം പോലെ ചിന്തിച്ചു പ്രവർത്തിക്കുന്നവനാണ് എന്ത്? പ്രത്യുത്പന്നമതി. അവസരവാദി എന്ന് വെച്ചാൽ അവസരം പോലെ എന്താണ്, തീരുമാനം മാറ്റി ആ ഒരു സിറ്റുവേഷൻ ബേസിൽ പെട്ടെന്ന് തീരുമാനങ്ങളും അതല്ല ഉദ്ദേശിക്കുന്നത്. അവസരം പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ്. അത് പ്രത്യുത്പന്നമതിയാണ്. ക്ലിയർ ആയോ? ശരിയായ വാക്യം കണ്ടെത്തുക. ഏതാണ് ഈ 4 ഓപ്ഷൻസിൽ ശരിയായത്? നോക്കാം. ജാഥയിൽ ഏകദേശം 1000-ഓളം ആളുകളുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറയുന്നതാണ് കുട്ടികളെ, ഏകദേശം 1000-ഓളം. അങ്ങനെ വരില്ല, ഒരിക്കലും വരില്ല എന്ന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഏകദേശം 100-ഓളം, ഏകദേശം 50-ഓളം, ഏകദേശം 1000-ഓളം ഇങ്ങനെ വരില്ല. അത് തെറ്റാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഓർത്തോളുക, ഏകദേശം 1000-ഓളം അങ്ങനെ വരില്ല. അപ്പോൾ അതെന്താണ്? തെറ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് അല്ലേ? ഉദ്ദേശം 20-നടുത്ത് കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അതും തെറ്റാണല്ലോ. ഏകദേശം 50-നകം ആളുകളെ വന്നുള്ളൂ. അതും തെറ്റാണ്. എന്താണ്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. അത് ശരിയാണല്ലേ? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. അത് ശരിയായിട്ടുള്ളൊരു വാക്യമാണ്. ബാക്കി 3 എന്താണ്? ബാക്കി 3 തെറ്റാണ്. മനസ്സിലായോ? താഴെ തന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? എന്താണ് ചോദ്യം? താഴെ തന്നിട്ടുള്ളവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആചാര്യറാണ് പൂജക ബഹുവചനം അല്ലേ? ആചാര്യറാണ്. ഈ ഓപ്ഷൻസിൽ യോഗിമാർ, യോഗ്യർ, സ്വാമിമാർ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആചാര്യർ എന്നതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. നമ്മൾ ബഹുവചനങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അതൊന്ന് പോയി കാണാനായിട്ട് നോക്കുക. നമ്മുടെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും നമ്മുടെ ചാനലിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് മാതൃകാ ചോദ്യങ്ങളും അതുപോലെ മുൻവർഷ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത കുട്ടികൾ എന്താണ്, ആ ക്ലാസ്സുകളെല്ലാം ഒന്നെടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ താഴെ തന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ആചാര്യറാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം. വാനിറ്റി എന്ന പദത്തിൻ്റെ മലയാളം പരിഭാഷ എന്താണ് ചോദ്യം? വാനിറ്റി എന്ന പദത്തിൻ്റെ മലയാളം പരിഭാഷ എന്താണ്? വാനിറ്റി എന്ന പദത്തിൻ്റെ മലയാളം പരിഭാഷയാണ് പൊങ്ങച്ചം. എന്താണ്? വാനിറ്റി പൊങ്ങച്ചമാണ്. അഭിമാനം, തിരോധാനം, ആഗ്രഹം ഇങ്ങനെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വാനിറ്റി എന്ന പദത്തിൻ്റെ മലയാളം പരിഭാഷ എന്താണ്? പൊങ്ങച്ചമാണ്. അപ്പോൾ എന്താണ് വാനിറ്റി എന്ന പദത്തിൻ്റെ മലയാളം പരിഭാഷ? പൊങ്ങച്ചം. ത്യാജ്യം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ത്യാജ്യം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ഗ്രാഹ്യം. ത്യാജ്യം, ഗ്രാഹ്യം. എന്താണ്? ത്യാജ്യം, ഗ്രാഹ്യം. അപ്പം ത്യാജ്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഗ്രാഹ്യം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ തന്നവയിൽ ഭൂമിയുടെ പര്യായമായിട്ടുള്ള ശബ്ദം ഏതാണ്?
ഏതാണ് ഭൂമിയുടെ പര്യായം? നീഹാരം, ഇന്ദു, ഇള, ഉഡു. ഇതിലേതാണ് ഭൂമിയുടെ പര്യായമായിട്ടുള്ള ശബ്ദം? ഇളയാണല്ലേ. ഇളയാണ് ഭൂമിയുടെ പര്യായമായിട്ടുള്ള ശബ്ദം. ഏതാണ്? ഭൂമിയുടെ പര്യായമായിട്ടുള്ള ശബ്ദമാണ് ഇള. അപ്പോൾ ഇതിൽ ഭൂമിയുടെ പര്യായമാണ് ഇള എന്ന വാക്ക്, അത് ഓർത്തു വെക്കുക. ഇള എന്നത് എന്താണ്? ഭൂമിയുടെ പര്യായമാണ്. സഹോദരി എന്ന പദത്തിന് സമാനമായി ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഭഗിനി, ഭാഗിനേയി, ഭാഗിനേയ, ഭാമിനി. ഇതിൽ സഹോദരി എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? സഹോദരി എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്നത് ഭഗിനിയാണ്. അപ്പം സഹോദരി എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഏത്? ഭഗിനി. ഓർത്തു വെച്ചോളുക, നമ്മളോട് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. സഹോദരി എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? മടി അധികം ശീല. ഇത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? മടി അധികം ശീല ചേർത്തെഴുതുമ്പോൾ മടിശീല. അതേതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മടി അധികം ശീല ചേർത്തെഴുതുമ്പോൾ മടിശീലയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. വെള്ളത്തിൽ വരച്ച വര എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നമുക്ക് ഈ ഓപ്ഷൻസ് വെറുതെ ഒന്ന് നോക്കാം. കരുണ കാണിക്കുക, ഫലമില്ലാതെ പ്രവർത്തിക്കുക, കേൾവിക്കുറവ്, ശ്രദ്ധക്കുറവ്. ഇതിൽ വെള്ളത്തിൽ വരച്ച വര എന്ന് പറയുന്നത് ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ്. എന്താണ്? വെള്ളത്തിൽ വരച്ച വര എന്ന് പറയുമ്പോൾ എന്താ? ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ്. ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ, നമ്മൾ വെള്ളത്തിൽ എത്ര വര വരയ്ക്കാൻ ശ്രമിച്ചാലും അതവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയോ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. അപ്പം ഫലമില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് വെള്ളത്തിൽ വരച്ച വര എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലേ? സുകൃതാമൃതം, ഇത് ഘടകപദമാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സുകൃതാമൃതം. സുകൃതവും അമൃതവുമാണോ? അല്ല. സുകൃതത്തിൻ്റെ അമൃതമാണോ? അതുമല്ല. എന്താണ്? സുകൃതമാകുന്ന അമൃതമാണ് സുകൃതാമൃതം. എന്താണ്? സുകൃതാമൃതം എന്നാൽ സുകൃതമാകുന്ന അമൃതമാണ് സുകൃതാമൃതം. ക്ലിയർ ആയല്ലോ? പൂവ് എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കാവുന്നത്, പൂവ് എന്ന പദത്തിന് സമാനമായിട്ട് ഉപയോഗിക്കാവുന്നത് എന്താണ്? ദാവതി, മലർ, ലാങ്കുലം, അതിഥി. ഏതാ? പൂവ് എന്നതിന് സമാനമായിട്ട് നമുക്ക് മലർ എന്ന പദം ഉപയോഗിക്കാം, അല്ലേ? പൂവ് എന്നതിന് സമാനമായിട്ട് എന്താണ്? മലർ എന്ന പദം നമുക്ക് എന്താണ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഭസ്മാസുരൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ചോദ്യം? ഭസ്മാസുരൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങളിൽ ചിലരെങ്കിലും എന്താണ് ഭസ്മാസുരൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭസ്മാസുരൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഉപകർത്താവിനെ ഉപദ്രവിക്കുന്നവൻ എന്നാണ്. എന്താണ്? ഉപകർത്താവിനെ ഉപദ്രവിക്കുന്നവൻ. ഭസ്മാസുരൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു വരം ലഭിക്കുകയുണ്ടായി. അയാളുടെ കൈയുടെ വിരൽ തലയുടെ ആ മധ്യത്തിലായിട്ട് എന്തോ തൊടുകയാണെങ്കിൽ മാത്രമേ അയാൾക്ക് മരണം സംഭവിക്കൂ. അതുമാത്രമല്ല, ആ വിരൽ കൊണ്ട് അയാൾ അങ്ങനെ ആരെ തൊട്ടാലും മരണം സംഭവിക്കും. അപ്പം എന്താണ്? അയാളെ കൊല്ലാൻ ഒരു വഴിയില്ലാതെ അവസാനം വരം കൊടുത്ത ആൾക്ക് തന്നെ എതിരെ അയാളത് പ്രവർത്തിക്കുമെന്ന തരത്തിലാകുന്നു എന്നതൊക്കെയാണ് ആ കഥയിൽ പറയുന്നത്. കഥയിലല്ല ഇവിടെ പ്രസക്തമായത്. ഭസ്മാസുരൻ എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപകർത്താവിനെ ഉപദ്രവിക്കുന്നവൻ എന്നാണ്. എന്താണ്? ഉപകർത്താവിനെ ഉപദ്രവിക്കുന്നവനാണ് ഭസ്മാസുരൻ എന്ന ശൈലി കൊണ്ടുള്ള അർത്ഥം. താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മണൽ അധികം തിട്ട. അപ്പം അതെന്താവും? മണൽ തിട്ടയാവും, അല്ലേ? വണ്ടി അധികം കാള. അതെന്താവും? വണ്ടിക്കാളയാവും, അല്ലേ? വെള്ള അധികം പശു എന്താവും? വെള്ളപ്പശുവാവും. വഴി അധികം അമ്പലമോ? അത് വഴിയമ്പലമല്ലേ ആവത്തുള്ളൂ. അപ്പം അതെന്താണ്? ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, വഴി അധികം അമ്പലം. ഈ ഒരു ചോദ്യം സന്ധികളുടെ ഭാഗത്ത് നിന്നുള്ളതാണ്. നമ്മൾ സന്ധികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്.
എന്താണ് സന്ധികൾ അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ സന്ധിയും എന്താണെന്നും അതിന് ഉദാഹരണം സഹിതം നമ്മൾ ഈ വഴിയമ്പലം എന്നുള്ള എന്താണ് ഈ ഒരു ഓപ്ഷൻ വരെ ആ ഉദാഹരണമായിട്ട് ആ ക്വസ്റ്റ്യൻസിൽ ആ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്താണ് കുട്ടികൾ അതൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം വഴി അധികം അമ്പലം എന്താണ്, അത് വഴിയമ്പലമാണല്ലേ. അപ്പം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്, വഴി അധികം അമ്പലം, അതാണ് കൂട്ടത്തിൽ പെടാത്തത്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഇതിൽ അലിംഗ ബഹുവചനത്തിൻ്റെ ഉദാഹരണം ഏതാണ്? ജനങ്ങൾ, പുരുഷന്മാർ, വനിതകൾ, മലകൾ. ഇതിലേതാ? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ജനങ്ങളാണ് അല്ലേ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ജനങ്ങളാണ്. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്നതിൻ്റെ ശരിയായ തർജ്ജമ ഏതാണ്? സംശയാസ്പദമായ കാര്യമാണ്, അല്ലാതെ എന്താണ് സ്പഷ്ടമായ കാര്യമല്ല, തുറന്ന കാര്യമല്ല, ലളിതമായ സംഗതിയല്ല. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്നതിൻ്റെ ശരിയായ തർജ്ജമയാണ് സംശയാസ്പദമായ കാര്യം. എന്താണ്? സംശയാസ്പദമായ കാര്യം. ഭൂഷണം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഭൂഷണം എന്നതിൻ്റെ വിപരീത പദം ദൂഷണമാണ്. ഭൂഷണം, ദൂഷണം. എന്താണ്? ഭൂഷണം എന്നതിൻ്റെ വിപരീതമായിട്ടുള്ള പദമാണ് ദൂഷണം. എന്താണ് ചോദ്യം? ഭൂഷണം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? ഭൂഷണം എന്നതിൻ്റെ വിപരീത പദമാണ് ദൂഷണം. ക്ലിയർ ആയോ? പൂന്തിങ്കൾ എന്നത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? പൂന്തിങ്കൾ എന്നത് ആദേശസന്ധിയാണ്. നമ്മൾ സന്ധികളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതറിയാത്ത കുട്ടികൾ അതൊന്ന് പോയി കാണുക. നമ്മൾ പരീക്ഷയോടനുബന്ധിച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവുക എന്നുള്ളത് എന്താണ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്താണ്, സന്ധികൾ അറിയാത്ത കുട്ടികളാണെങ്കിൽ അതൊന്ന് പോയി കാണുക. പൂന്തിങ്കൾ എന്നത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? ആദേശസന്ധിക്ക് ഉദാഹരണമാണ് പൂന്തിങ്കൾ. എന്താണ്? പൂന്തിങ്കൾ എന്നത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. പൂജാരി എന്ന പദത്തിൻ്റെ എതിർലിംഗ പദം ഏതാണ്? പൂജാരിയുടെ എതിർലിംഗമാണ് പൂജാരിണി. എന്താണ്? പൂജാരി, പൂജാരിണി. പൂജാരി എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? പൂജാരിണിയാണ്. അപ്പോൾ പൂജാരി, പൂജാരിണി. ക്ലിയർ ആയോ? കർമ്മസാക്ഷി എന്നത് ഘടകപദങ്ങളാക്കിയാൽ എങ്ങനെ വരും? കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവനാണ് കർമ്മസാക്ഷി അല്ലേ. കർമ്മസാക്ഷി എന്താണ്? കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവനാണ് കർമ്മസാക്ഷി. അപ്പോൾ എന്താണ് കർമ്മസാക്ഷി? കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ. ഗെറ്റ് ഓവർ എന്നതിന് തുല്യമായ തർജ്ജമ ഏതാണ്? ഏതാണ്? ഗെറ്റ് ഓവർ എന്നതിന് തുല്യമായ തർജ്ജമയാണ് സുഖം പ്രാപിക്കുക. എന്താണ്? ഗെറ്റ് ഓവർ എന്നതിന് തുല്യമായ തർജ്ജമ ഏതാണ്? സുഖം പ്രാപിക്കുക. ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരാത്തതേത്? ഇവിടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരാത്തതേത് എന്നാണ് ചോദിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. പര്യായ പദമായിട്ട് വരാത്തത്, ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദമായിട്ട് വരാത്തതാണ് സാമജം. ഏതാണ്? സാമജം. നമ്മൾ ചിലപ്പോൾ എന്താ ആകാശത്തിൻ്റെ പര്യായപദം ഏതാണ് എന്ന് പെട്ടെന്നൊന്ന് തോന്നും. നോക്കുമ്പോൾ വാനം എന്ന് കാണുന്നു, നമുക്കറിയാവുന്ന ഒരു വാക്കാണത്. ഓടിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് കറുപ്പിക്കാൻ നിൽക്കും. അങ്ങനെ ചെയ്യരുത്. വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സാമജമാണ് ആകാശത്തിൻ്റെ പര്യായമായിട്ട് വരാത്തത്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം ആകാശത്തിൻ്റെ പര്യായ പദങ്ങളാണ്. സഹിതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? സഹിതം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് രഹിതം. സഹിതം, രഹിതം. സഹിതം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? സഹിതം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് രഹിതം. ക്ലിയർ ആയോ? താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? എന്താണ് ചോദ്യം? താഴെ കൊടുത്തവയിൽ ശരിയായ പദം. നമുക്ക് എപ്പോഴും പരീക്ഷയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഏതാ? അനുഗ്രഹീതനാണല്ലേ. അനുഗ്രഹീതൻ. അനുഗ്രഹീതനാണ് ശരിയായിട്ടുള്ള പദം. ഇങ്ങനെയാണ് അനുഗ്രഹീതൻ എന്ന് എഴുതേണ്ടത്, അല്ലാതെ അനുഗ്രഹീതനല്ല. നമ്മൾ പല സ്ഥലത്തും അനുഗ്രഹീതൻ ഇങ്ങനെയാണ് കാണാറ്. ഇങ്ങനെയല്ല, അനുഗ്രഹീതനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് അനുഗ്രഹീതനാണ്. അവൻ എന്നതിൻ്റെ സന്ധി നിയമം എന്താണ്? അവൻ എന്നതിൻ്റെ സന്ധി നിയമം എന്താ? അവൻ എന്നതിൻ്റെ സന്ധി നിയമം ഏത് സന്ധിയാണ്? ആഗമസന്ധിയാണ്.
അവൻ എന്നതിലെ സന്ധി നിയമം ആഗമമാണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ?